നമ്മുടെ വായ അടയ്ക്കുമ്പോൾ ഇവര് വാ തുറക്കും. Then she said, oh, അത് റൂട്ട് കനാൽ. ഓക്കെ, വലിച്ചു പറിച്ചു. സി ഓക്കെ, അയ്യേ എന്താ ഫസ്റ്റ് ഹാഫ് അത്ര കൊള്ളില്ല. തുപ്പിക്കോ അമ്പൂർ ബിരിയാണി അല്ലേ? I always have this one. എനിക്ക് ഏറ്റവും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആങ്സൈറ്റി ഉള്ള ഒരു സ്ഥലം എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ആങ്സൈറ്റി ഉള്ള ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാനാണ്. റൈറ്റ്, anybody has the same thing, right? You have, you don't, you are the dentist. See, okay, are you anxious when you go to work? No, ഇന്ന് എന്തൊക്കെ കാണേണ്ടി വരും. മന്തി കഴിച്ചിട്ട് വന്നേക്ക തെണ്ടി. ഷീൽ ഗോ ഡീപ് ക്ലീൻ. അമ്പൂർ ബിരിയാണി അല്ലേ? എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഇവർ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ഫോം തരും. ഫോം തന്നിട്ട് പറയുക അതിൻ്റെ അകത്ത് എന്തൊക്കെ നോക്കും. എന്നിട്ട് ഇവർ നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കുക RC ആണോ, റൈറ്റ്, എന്താണ് റോമൻ കാത്തലിക്സിന് ഡിസ്കൗണ്ട് ഉണ്ടോ. Then she said, oh, അത് റൂട്ട് കനാൽ. ഓക്കെ, റിലാക്സ്. Always have this one intern. She have no clue about it. പുള്ളിക്കാരി അവിടെ വന്ന് എന്തിനാന്ന് പോലും മനസ്സിലായിട്ടില്ല. I was like sitting in that chair, very anxious. She was like, Then I was like, എന്താ പറ്റിയത്? Then she asked me, എന്താ പറ്റിയത്? I was like, ചുണ്ടിൽ പുണ്ണായിരുന്നു, വലിച്ചു പറിച്ചു. Then only she will call the main act. The dentist will always come. My major problem is നമ്മുടെ വായ അടയ്ക്കുമ്പോൾ ഇവർ വാ തുറക്കും. റൈറ്റ്, എല്ലാ ഡെന്റിസ്റ്റും അങ്ങനെയാണ്. നമ്മുടെ വായ തുറക്കുമ്പോൾ ഇവർ പണി ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എമ്പുരാൻ, ഫസ്റ്റ് ഹാഫ് അത്ര കൊള്ളില്ല, തുപ്പിക്കോ. സുശീലയുടെ മോൾ ഇപ്പോൾ എന്താ എഞ്ചിനീയറിംഗ്, തുപ്പിക്കോ. റൈറ്റ്, ആൻഡ് ദേ വിൽ ഓൾവേസ് മേക്ക് യു ഫീൽ ഗിൽറ്റ്. റൈറ്റ്, അവർ ഓൾവേസ് അയ്യേ എന്താ ഈ കാണുന്നേ, റൈറ്റ്, ഇതിപ്പോൾ 2 റൂട്ട് കനാലിലേക്ക് പോകേണ്ടി വരുമല്ലോ, ഇതിപ്പോൾ എന്താ ചെയ്യുക, നേരത്തെ കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു, സേവ് ചെയ്യാൻ. അണപ്പൽ എൻ്റെ മുത്തച്ഛനല്ലേ, നേരത്തെ കൊണ്ടുവന്ന് സേവ് ചെയ്യാൻ. Then she will make you more feel ashamed. She will be like, ദേ ഇവിടെ വരൂ, ഇവിടെ എന്താ കാണുന്നത്. And she will call the intern. And എന്താ കാണുന്നത്? She will be like, മോളാർസിൽ ക്യാവിറ്റി. No. സൂക്ഷിച്ച് നോക്കിയാൽ പനമ്പള്ളിയിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. റൈറ്റ്, ആ ഫുൾ പ്രോസസ്സിൽ അവർ എന്നോട് ഒരു കാര്യം പറഞ്ഞുള്ളൂ, ശബരീഷ് വേദന ഉണ്ടെങ്കിൽ കൈ പൊക്കണം. എനിക്ക് ആ ഫുൾ പ്രോസസ്സിൽ വേദന ഉണ്ടായില്ല, പക്ഷെ ബില്ല് വന്നപ്പോൾ ഞാൻ 2 തവണ കൈ പൊക്കി. റൈറ്റ്, എന്തെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടോ? യെസ്, ദാറ്റ്സ് എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ശബരീഷ് കൂത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തീർച്ചയായിട്ടും ഒരു ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി അറ്റൻഡ് ചെയ്യുക. ലൈവ് സ്റ്റാൻഡപ്പ് കോമഡി ഷോൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുണ്ട്. സോ പ്ലീസ് ഡു കം ഫോർ എ ലൈവ് ഷോ.